ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ LP-UP എക്സാമൊക്കെ എഴുതി നമ്മളിരിക്കുകയാണ്. ഇൻ്റർവ്യൂ പ്രിപ്പറേഷനൊക്കെ പലരും തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ നിങ്ങളുടെ മുൻപിലുള്ള ഏറ്റവും വലിയൊരു സംശയം എന്ന് പറയുന്നത് LP-UPയുടെ റിസൾട്ട് എന്ന് വരും, ഷോർട്ട് ലിസ്റ്റ് എന്ന് വരും, ഇൻ്റർവ്യൂ എന്ന് വരും, റാങ്ക് ലിസ്റ്റ് എന്ന് വരും. ഇങ്ങനെ ധാരാളം ചോദ്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കും. അതിൻ്റെ ഉത്തരവുമായിട്ടാണ് ഞാനിപ്പം നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിട്ടുള്ളത്. നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ തന്നെ LP-UP എക്സാം എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത് നമുക്ക് ഒരു സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള ഒരു മെസ്സേജ് വരാണ് ചെയ്യുക. അത് നമ്മുടെ പ്രൊഫൈലിൽ വരും, നമ്മുടെ ഫോണിൽ നമുക്ക് കിട്ടും, നമ്മുടെ പ്രൊഫൈലിലുണ്ടാവും. ഒരു മെസ്സേജ് വരാണ് ചെയ്യുക, സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു മെസ്സേജ്. ഓക്കെ, അപ്പോൾ ആ ഒരു മെസ്സേജ് ഫോണിൽ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സൈറ്റ് ഓപ്പൺ ആയിരിക്കും, സർട്ടിഫിക്കറ്റ് അപ്പോൾ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം. അതുവരെ ഇപ്പോൾ സാധാരണ നമ്മുടെ പ്രൊഫൈൽ വൺ ടൈം രജിസ്ട്രേഷൻ PSCയുടെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്യുമ്പോൾ ഈ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുന്നത് എപ്പോഴും ഓപ്പൺ ആയിരിക്കില്ല, അത് ബ്ലോക്ക് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ നമുക്ക് മെസ്സേജ് വന്നു കഴിഞ്ഞാൽ നമ്മളുടെ ഓപ്പൺ ആക്കി അവർ വയ്ക്കും, ഒരു സമയം നമുക്ക് തരും. ആ സമയത്തിനുള്ളിൽ നമ്മുടെ സർട്ടിഫിക്കറ്റ്സൊക്കെ അപ്ലോഡ് ചെയ്യണം. അതാണ് ആദ്യത്തെ നമ്മുടെ ഒരു കടമ്പ എന്ന് പറയുന്നത്. ഈ സർട്ടിഫിക്കറ്റ് അപ്ലോഡിങ്ങിന് ശേഷം നമ്മളെ വെരിഫിക്കേഷന് വേണ്ടി വിളിക്കും, സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷന് വേണ്ടി വിളിക്കും. ആ സമയത്ത് നമ്മൾ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനായിട്ട് പോകണം. നമ്മളുടെ ഐഡൻറ്റിറ്റി പ്രൂഫും നമ്മളുടെ എല്ലാ സർട്ടിഫിക്കറ്റ്സ്, യോഗ്യതാ സർട്ടിഫിക്കറ്റുകളും നമ്മൾ ചെല്ലണം. നമുക്ക് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആവും. അതിനുശേഷമാണ് നമുക്ക് പിന്നീട് ഷോർട്ട് ലിസ്റ്റും പിന്നെ ഇൻ്റർവ്യൂ പിന്നെ റാങ്ക് ലിസ്റ്റ്, ഇങ്ങനെ ഒരു ഓർഡറിലാണ് നമ്മുടെ പ്രൊസീജിയേഴ്സ് സാധാരണ പോകുന്നത് കേട്ടോ, ഈ ടീച്ചിങ് എക്സാംസിൻ്റെ. അപ്പോൾ നമുക്ക് ഇൻ്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യണോ വേണ്ടയോ എന്ന് പലർക്കും സംശയമുണ്ട്. ഒരു നിശ്ചിത മാർക്ക് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇൻ്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്തോളൂ, അതൊരിക്കലും നഷ്ടമായിട്ട് നമുക്ക് വരില്ല കേട്ടോ. അപ്പോൾ ഈ ഷോർട്ട് ലിസ്റ്റും ഇൻ്റർവ്യൂ ഒക്കെ എന്ന് വരുമെന്ന് നമുക്ക് പ്രിപ്പയർ ചെയ്യണമെങ്കിലും ഒരു നിശ്ചിത സമയം വേണമല്ലോ. അപ്പോൾ എന്ന് വരുമെന്നൊരു ആകാംക്ഷ ഉണ്ടാവും. അതിൻ്റെ ആൻസറാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇപ്പോഴത്തെ നമ്മുടെ PSCയുടെ ഒരു ട്രെൻഡ് അനുസരിച്ച് പെട്ടെന്ന് തന്നെ എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട്, മുന്നത്തേതിനേക്കാൾ അപേക്ഷിച്ച് കേട്ടോ. അപ്പോൾ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ LP-UPയുടെ എക്സാം നടന്നത് മുതൽ ഷോർട്ട് ലിസ്റ്റ്, ഇൻ്റർവ്യൂ, റാങ്ക് ലിസ്റ്റ് ഇതൊക്കെ വന്ന ഡേറ്റുകൾ നമുക്കൊന്ന് പരിശോധിക്കാം. അപ്പോൾ ഏകദേശം എത്ര സമയമെടുക്കുമെന്ന് നമുക്ക് ഇത്തവണ അതിലും കൂടുതലായിട്ട് പോവില്ല എന്തായാലും കേട്ടോ. അപ്പോൾ നമുക്കതൊന്ന് നോക്കിയാലോ, കഴിഞ്ഞ പ്രാവശ്യത്തെ ഡേറ്റുകൾ. കഴിഞ്ഞ പ്രാവശ്യത്തെ UP എക്സാമിൻ്റെ ആണ് ഞാൻ ഇതിലെടുത്തിട്ടുള്ളത്. UPST എക്സാമിൻ്റെ കാറ്റഗറി നമ്പർ 517/2019 ആയിരുന്നു. അപ്പോൾ ഞാൻ തൃശ്ശൂർ ജില്ലയുടെ വെച്ചിട്ടാണ് കേട്ടോ, ഏതെങ്കിലും ഒരു ജില്ലയുടെ ബേസ് ചെയ്തിട്ടാണല്ലോ നമ്മൾ പറയുക. അപ്പോൾ അങ്ങനെ ഒരു തൃശ്ശൂർ ജില്ലയുടെ ഡേറ്റുകളാണ് ഞാൻ പറയാൻ പോകുന്നത്. അതിൽ ഈ നോട്ടിഫിക്കേഷനൊക്കെ വരുന്നത് എല്ലാ ജില്ലയുടെയും ഒന്നിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നത് 30/12/2019 അതായത് ഡിസംബർ മാസത്തിൽ, ഡിസംബർ 30-ാം തീയതി ആയിരുന്നു 2019 ഈ നോട്ടിഫിക്കേഷൻ എക്സാമിൻ്റെ വരുന്നത് കേട്ടോ. എല്ലാ ജില്ലയുടെയും നോട്ടിഫിക്കേഷൻസൊക്കെ ഒരുമിച്ചാണ് വരിക, എക്സാമും ഒരുമിച്ചായിരിക്കും. അപ്പോൾ OMR എക്സാം 7/11/2020 നടന്നത് കേട്ടോ. ഒരു വർഷത്തെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു, അതായത് 2020 നവംബർ മാസത്തിലാണ് നടന്നത് കേട്ടോ. നവംബർ മാസത്തിൽ 7/11/2020 OMR എക്സാം നടന്നത്. അതിനുശേഷം ഷോർട്ട് ലിസ്റ്റ് വന്ന ഡേറ്റാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്, 7/9/2021. ഓക്കെ, അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി എത്ര സമയമെടുത്തു ഷോർട്ട് ലിസ്റ്റ് വരാനെന്ന്. അപ്പോൾ അന്ന് എക്സാം നടന്നത് നവംബർ മാസത്തിലായിരുന്നു അല്ലേ, 2020. ഷോർട്ട് ലിസ്റ്റ് വന്നത് 2021 സെപ്റ്റംബറിലാണ്. അപ്പോൾ ഏകദേശം ഒരു 10 മാസത്തോളം എടുത്തിട്ടാണ് ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചത് കേട്ടോ. അപ്പോൾ അതിന് മുൻപ് തന്നെ, ഈ ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതിന് മുൻപ് തന്നെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജും സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സർട്ടിഫിക്കറ്റ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് നമ്മളുടെ അടുത്തുള്ള നെറ്റ് കഫേയിൽ നിന്നൊക്കെ നമുക്ക് ചെയ്യാം. അതിന് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷന് വിളിക്കുമ്പോൾ അത് PSCയിൽ തന്നെ ചെന്നിട്ട് അവർ പറഞ്ഞ സമയത്തിൽ ചെന്നിട്ട് ചെയ്യണം. അതൊക്കെ ഇതിന് മുൻപ് കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷമാണ് ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചത് കേട്ടോ, 7/9/2021. ഏകദേശം 10 മാസത്തിന് ശേഷം, എക്സാമിന് 10 മാസത്തിന് ശേഷമാണ് ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചത്. അതിനുശേഷം ഇൻ്റർവ്യൂ
ഇൻ്റർവ്യൂ തൃശ്ശൂർ ജില്ലയുടെ UPST ഇൻ്റർവ്യൂ സ്റ്റാർട്ട് ചെയ്ത ഡേറ്റ് ആണ് കേട്ടോ ഇത് 5/5/2022. ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചതിന് ശേഷം ഏകദേശം 8 മാസമൊക്കെ കഴിഞ്ഞിട്ടാണ് ഇൻ്റർവ്യൂ സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ തൃശ്ശൂർ ജില്ലയുടെ ആണെങ്കിൽ UPSTയുടെ ഇൻ്റർവ്യൂ സ്റ്റാർട്ട് ചെയ്ത ഡേറ്റാണ് ഈ 5/5/2022. പക്ഷേ എല്ലാവരുടെയും ഒറ്റ ദിവസം കൊണ്ടല്ല തീരാമെന്ന് നിങ്ങൾക്കറിയാമല്ലോ, അത് ഘട്ടം ഘട്ടമായിട്ടാണ് നടക്കുക. അപ്പോൾ ഇൻ്റർവ്യൂ സ്റ്റാർട്ട് ചെയ്ത ഡേറ്റാണ് കേട്ടോ ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. ഇനിയും അതിനുശേഷം ഇൻ്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച ഡേറ്റാണ് 10/10/2022 കേട്ടോ. അതായത് ഒരു 5 മാസം കഴിഞ്ഞിട്ടാണ്, ഇൻ്റർവ്യൂ കഴിഞ്ഞ ഒരു 5 മാസമൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ റാങ്ക് ലിസ്റ്റ് വന്നത്. 10/10/2022 ആണ് കേട്ടോ. അപ്പോൾ ഏകദേശം ഈ ഒരു ഗ്യാപ്പാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ എക്സാംസിന് ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്രാവശ്യത്തെ ഇത്രയും വൈകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ചിലപ്പോൾ ഇതിലും നേരത്തെയൊക്കെ ഷോർട്ട് ലിസ്റ്റൊക്കെ വരാൻ സാധ്യതയുണ്ട് കേട്ടോ. കഴിഞ്ഞ തവണ നമുക്ക് കൊറോണയുടെ ടൈമിലായിരുന്നു നമുക്ക് എക്സാം നടന്നത്. പിന്നെ കുറച്ച് ഗ്യാപ്പ് ഉണ്ട്. പക്ഷേ ഇപ്പോൾ ഇത്തിരിയും കൂടെ എക്സാമുകളുടെ റിസൾട്ടുകൾ വേഗത്തിൽ വരുന്നുണ്ടെന്ന് തോന്നുന്നു. എങ്കിലും ഏകദേശം ഈ ഒരു റേഞ്ചൊക്കെ തന്നെ ആയിരിക്കും. ഇതിലും കൂടി പോകുന്നില്ല, ഇതിലും ലേറ്റ് ആവുന്നില്ല. അപ്പോൾ ഇത്രയും ഗ്യാപ്പുകളാണ് ഓരോ ഘട്ടത്തിൻ്റെയും ഇടയിൽ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിട്ടുള്ളത്. ഞാൻ തൃശ്ശൂർ ജില്ലയുടെ UPയുടെ വെച്ചിട്ടാണ് ഇപ്പോൾ പറഞ്ഞത് കേട്ടോ. ഇനി നിങ്ങൾക്ക് ഈ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം ഒരു 3 വർഷമൊക്കെ നമുക്ക് കാലാവധിയുണ്ട്. ഇപ്പോൾ 2022 കഴിഞ്ഞ UPയുടെ റാങ്ക് ലിസ്റ്റ് വന്നത്. 2025 ഒക്ടോബർ വരെ അവർക്ക് റാങ്ക് ലിസ്റ്റ് ഉണ്ട്, നിലവിലുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ്. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് നിങ്ങളുടെ ഇപ്പോഴത്തെ എക്സാം നടന്ന ഡേറ്റും ഒക്കെ വെച്ചിട്ട് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയോളൂ. ഏകദേശം ഇത്രയൊക്കെ സമയമാണ് എടുക്കുക. ഓക്കെ, പിന്നെ നമുക്ക് എന്താ പറയുക, ഫുള്ളായിട്ടും പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു കമ്പാരിസൺ മാത്രമാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇൻ്റർവ്യൂവിന് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഉള്ള സമയം നിങ്ങൾ പാഴാക്കി കളയരുത്. ബിക്കോസ് OMR എക്സാമിനെ പോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുത്ത് നിങ്ങൾ പഠിക്കേണ്ട ഒന്നാണ് ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. കാരണം നമ്മൾ അറ്റ് എ ടൈം നമ്മുടെ മുന്നിലിരിക്കുന്ന ഇൻ്റർവ്യൂ പാനൽ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ നമുക്ക് സാധിക്കണം. അവർ പറയുന്ന ടോപ്പിക്ക് ഡെമോ എടുക്കാൻ സാധിക്കണം. നമ്മൾ പ്രിപ്പയർ ചെയ്ത് പോയ ടോപ്പിക്കാണെങ്കിൽ അത് നല്ല രീതിയിൽ അവരുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യാൻ സാധിക്കണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UP എന്നൊക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ LP UP എന്നൊക്കെ പറയുമ്പോൾ എല്ലാ സബ്ജക്റ്റും ഡീൽ ചെയ്യാൻ നമുക്ക് സാധിച്ചിരിക്കണം. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ വളരെ പതുക്കെ നിങ്ങളിപ്പോൾ തുടങ്ങി വെച്ചാൽ മാത്രമാണ് നിങ്ങൾക്ക് സക്സസ്ഫുള്ളി ആ ഒരു പ്രിപ്പറേഷൻ കംപ്ലീറ്റ് ചെയ്യാനുള്ള സമയം കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. നമ്മുടെ ചാനലിൽ ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ്റെ ഒരു 41ഓളം ക്ലാസ്സുകൾ കഴിഞ്ഞ പ്രാവശ്യത്തെ LP UP എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത 41ഓളം ക്ലാസ്സുകൾ നമ്മുടെ LP UP ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞ പ്ലേലിസ്റ്റിൽ കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ നോക്കിയാൽ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ച ചോദ്യങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് ഡെമോ ചെയ്യേണ്ടത്, അതുപോലെ എൻ്റെ ഇൻ്റർവ്യൂ അനുഭവങ്ങൾ ഉൾപ്പെടെയുള്ള ഒരു 41ഓളം വീഡിയോസാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അത് നിങ്ങൾ പോയി കാണണം. എന്തായാലും അതിൻ്റെ ആ 41 വീഡിയോയുടെയും കൂടിയുള്ള ഒരു പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാനിതിൻ്റെ ഫസ്റ്റ് കമൻറ്റ് ആയിട്ട് പിൻ ചെയ്ത് വയ്ക്കാം. നിങ്ങളെല്ലാവരും അത് കാണണം കേട്ടോ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം LP UP നടന്ന സമയത്ത് ആനുകാലിക വിഷയങ്ങളൊക്കെ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിപ്പോഴൊന്നും അത് കറണ്ട് അഫെയർ അല്ല, പൗരത്വ ഭേദഗതി ബില്ല് ഉൾപ്പെടെയുള്ള വിഷയങ്ങളാണ് അന്ന് ഇതായിരുന്നു, കൊറോണ തുടങ്ങിയ സംഭവങ്ങളെല്ലാം. പക്ഷേ ഇന്ന് അതൊന്നും കറണ്ട് അഫെയർ എല്ലാം അറിയാം. ആനുകാലിക വിഷയങ്ങളൊക്കെ ഈ കാലഘട്ടത്തിൽ നിങ്ങൾ എടുക്കണം. പക്ഷേ അത് കൂടാതെയുള്ള ഒരുപാട് വീഡിയോസ് 41 വീഡിയോസിൽ സയൻസ്, മാത്സ്, മലയാളം ഈ ഭാഗങ്ങളിൽ നിന്നും അതുപോലെ ജനറലായിട്ട് ചോദിച്ചതും ഹോബിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ചോദിച്ച ചോദ്യങ്ങൾ, അതിനൊക്കെ എങ്ങനെ ആൻസർ ചെയ്യണം തുടങ്ങിയ ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വളരെ യൂസ്ഫുള്ളായിട്ടുള്ള 41 വീഡിയോസാണ്. അപ്പോൾ പ്ലേലിസ്റ്റ് ഞാൻ ഫസ്റ്റ് കമൻറ്റായിട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാവരും പഠിക്കുക. നിങ്ങളെപ്പോലെ എന്താ പറയുക, ഇൻ്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് ഇത് അയച്ചു കൊടുക്കുകയും ചെയ്യുക കേട്ടോ. അങ്ങനെ എല്ലാവരും ഷെയർ ചെയ്തൊക്കെ പഠിക്കണം. മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് നമുക്ക് കിട്ടുന്ന നോളജ് നമ്മൾ വേറൊരാൾക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. അങ്ങനെ പരസ്പരം ഷെയറിങ്ങും കൂടി നടക്കട്ടെ. അപ്പോൾ ഈ വീഡിയോ ആവശ്യമുള്ളവർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും നിങ്ങൾക്ക് ഉപകാരപ്പെട്ട ധാരാളം വീഡിയോസുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.